ലച്ചു എവിടെ? കുടിക്കാൻ 2 ഗ്ലാസ് വെള്ളം എടുത്തേ. ഏട്ടാ, നിങ്ങൾ വന്നോ? എന്തായി പോയിട്ട്? ജോസിൽ എന്താ പറഞ്ഞേ? ജാതകമൊക്കെ നോക്കിയോ? കൊടുത്തൊക്കെയില്ലേ? പിന്നെ എപ്പോഴാ ഡേറ്റ് ഒക്കെ കുറിച്ച് തന്നെ? ആ, ജാതകമൊന്നും കുഴപ്പമൊന്നുമില്ല. ജാതകമൊക്കെ നോക്കിയപ്പോ പറഞ്ഞു 4 ആൾക്കാരുടെയും ജാതകം നല്ല പൊരുത്തമുണ്ട് എന്നാ പറഞ്ഞേ. പിന്നെ ഡേറ്റ് കുറിച്ച് തന്നതാണ് ഒരു ഇത്. ഈ മാസം ലാസ്റ്റാ കുറിച്ച് തന്നത്. അതാണെങ്കിൽ ഇപ്പൊ ഈ മാസം ലാസ്റ്റ് ആവാനായില്ലേ. അപ്പൊ അവിടെ മാത്രം ഒരു ഇത്. കാരണം എന്ന് വെച്ചാൽ ഈ മാസം ലാസ്റ്റ് നല്ലൊരു മുഹൂർത്തം ഉണ്ടെന്നാ പറഞ്ഞത്. നടത്തുകയാണെങ്കിൽ ഈ മാസം ലാസ്റ്റ് നടത്തണം എന്നാ പറഞ്ഞത്. അപ്പൊ അതിന്റെ അവിടെ മാത്രം ഒരു ഇതുള്ളൂ. പിന്നെ ഞങ്ങള് വരുമ്പോ ഇൻവിറ്റേഷൻ കാർഡ് അടിക്കുന്നവരെയൊക്കെ കണ്ടു. അപ്പൊ അതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതൊന്നും ടെൻഷനില്ല. പിന്നെ ഷോപ്പിംഗ് ഒക്കെ വേഗം നടത്തണം. ഏട്ടാ, അതാ വെള്ളം. ഈ മാസം ലാസ്റ്റ് നല്ല മുഹൂർത്തം തന്നെയാണ്, നമുക്ക് അതന്നെ നടത്താം. പിന്നെ വിളിക്കാനുള്ള ആൾക്കാരെയൊക്കെ വേഗം വിളിച്ചാൽ പോരെ. പിന്നെ ഷോപ്പിങ്ങിന്റെ കാര്യം വരുമ്പോൾ 2 ദിവസം 3 ദിവസം നമ്മൾ അതിനൊന്നും മെനക്കെട്ട് ആ പണി ചേർന്ന് കിട്ടിയില്ലേ. അതൊക്കെ എന്തായാലും നമുക്ക് വേഗം തന്നെ തുടങ്ങാം. നമുക്ക് ഷോപ്പിംഗ് എന്തായാലും വേഗം സ്റ്റാർട്ട് ചെയ്യാം. നാളെ മറ്റന്നാള് നമുക്ക് അവരെയും കൂടി വിളിച്ചിട്ട് അവർക്ക് എപ്പോഴാ ഫ്രീ ആവുന്നതെന്നും കൂടി നോക്കിയിട്ട് നമുക്ക് വേഗം ഷോപ്പിങ്ങിന്റെ കാര്യങ്ങളൊക്കെ വേഗം നോക്കാം. ഓക്കെ. എല്ലാ പിള്ളേരെ ഇവിടെ കാണാനില്ലാലോ. നന്ദു ഇവിടെ? അവളിവിടെ ഉണ്ടോ? എനിക്ക് അവള് മാത്രം ഇത് മുടക്കുമോന്നൊരു ഡൗട്ട്. പിള്ളേര് മേലെയുണ്ട്, ഞാനിപ്പോ വിളിക്കാവരെ. പിന്നെ നന്ദൊന്നും ചെയ്തൊന്നുമില്ല. മഹിയേട്ടാ വന്നോ? എന്തായി പോയിട്ട്? ജോയ്സർ എന്താ പറഞ്ഞേ? ജോസിര് പറഞ്ഞു ജാതകങ്ങൾ തമ്മില് നല്ല പൊരുത്തമൊക്കെ ഉണ്ട്. 4 ആൾക്കാരുടെയും നല്ല പൊരുത്തം ഉണ്ടെന്നാ പറഞ്ഞേ. പിന്നെ ഡേറ്റ് ഈ മാസം ലാസ്റ്റാ കുറിച്ചാണ്. ഈ മാസം ലാസ്റ്റ് നല്ല ശുഭമുഹൂർത്തം ഉണ്ടെന്നാ പറഞ്ഞു. അപ്പൊ നടത്താ വിചാരിച്ചു. വാട്ട്? ഈ മാസം ലാസ്റ്റോ? എനിക്കപ്പൊ ഒരു ഇമ്പോർട്ടന്റ് വർക്ക് ഉണ്ട്, അതൊന്നും പറ്റത്തില്ല. ഓ, ഇവൻ എന്താ ബ്രഹ്മചാരി ആവാൻ പോവാണോ? ഓ, മനുഷ്യനാണെങ്കിൽ അവളെ കെട്ടാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോ. ചേക്കാ, അവിടെ മിണ്ടാതിരുന്ന അവിടെ. ഈ മാസം ലാസ്റ്റ് നല്ല മുഹൂർത്തം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടില്ലേ? നമ്മ എന്തായാലും ഈ മാസം ലാസ്റ്റ് തന്നെ നടത്തും. നിന്റെ വർക്ക് തലമുണ കേസൊന്നുമല്ലല്ലോ. അവിടെ മിണ്ടാതിരിക്കി. അത് തന്നെ. മോനെ, തൽക്കാലം വർക്ക് നീ ഇപ്പൊ വേറെ ആരെങ്കിലും ഏൽപ്പിക്ക്. നിന്റെ സ്റ്റേഷനിൽ വേറെ ആരും ഇല്ലേ? നീ മാത്രമേ ഉള്ളൂ. വേറെ ആരെങ്കിലും ഏൽപ്പിക്ക്. പിന്നെ ഈ മാസം ലാസ്റ്റ് നല്ല മുഹൂർത്തമായതുകൊണ്ടല്ലേ നടത്തണേ നമ്മള്. പിന്നെ പാറു, ഷോപ്പിംഗ് എന്തായാലും നമുക്ക് വേഗം പോണം. അവർക്ക് നമുക്ക് ഒരുമിച്ച് പോവാം. ഞാൻ എന്തായാലും ബാലുവിനോടും കിച്ചുവിനോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോ നിങ്ങൾ എന്തായാലും വിളിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഫ്രീ ആവുന്ന ടൈം നോക്കി നമുക്ക് ഒരുമിച്ച് പെട്ടെന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങാം. അതാണെങ്കിൽ 2 ആൾക്കാരുടെയും ഒരുമിച്ച് നടത്തി ആ പണി അങ്ങ് തീർന്നു കിട്ടിയില്ലേ. പിന്നെ വിളിക്കാനുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് എന്തായാലും ലിസ്റ്റ് എടുത്തിട്ടൊന്ന് വേഗം വിളിക്കാം. ഓക്കെ. മഹിയേട്ടാ, ഞാൻ എന്തായാലും ലച്ചുവിനെ യശുവിനെ ഒന്ന് വിളിക്കട്ടെ. എന്നിട്ട് എപ്പോഴാണ് ഫ്രീ ആവണേ അപ്പൊ പോവാ പറയാം. ഷോപ്പിങ്ങിന് എന്തായാലും വേഗം പോണം. പിന്നെ അവർക്ക് ഓർണമെന്റ്സ് അങ്ങനെ കുറെ ഐറ്റംസ് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഡ്രസ്സ് അതും ഇതും കുറെ ഉണ്ടല്ലോ. പിന്നെ ഇപ്പോ പരിപാടി ഇപ്പൊ നമുക്ക് സംഗീതമല്ലേ ആദ്യം നടത്തുന്നത്. സംഗീതം കഴിഞ്ഞിട്ട് പിന്നെ മാരേജ് അങ്ങനെയല്ലേ. അപ്പോ സംഗീതിന് എത്ര ആൾക്കാര് വേണ്ട? ഇവരുടെ ഫ്രണ്ട്സ് തന്നെ ഉണ്ടാവും ഒരു ലോഡ്. കോളേജ് ഫ്രണ്ട്സ്, സ്കൂൾ ഫ്രണ്ട്സ്, പോലീസ്, അതൊന്നും ഇവരുടെ തന്നെ ഉണ്ടാവും ഒരു ലോഡ്. പിന്നെ നമുക്ക് ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് സംഗീതം അങ്ങനെ നടത്താം. പിന്നെ എന്തോ ബാച്ചിലേഴ്സ് പാർട്ടിയോ അങ്ങനെ എന്തോ ഇവര് പറയണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് അങ്ങനെ നോക്കാം. അതൊക്കെ ഇവര് നോക്കിക്കോളും. വിളിക്കാനുള്ള ആൾക്കാരൊക്കെ എന്തായാലും വേഗം വിളിക്കണം. കുടുംബത്തിലെ ആദ്യത്തെ കല്യാണല്ലേ. പിന്നെ അവരുടെ ഒപ്പം ഒന്ന് ഷോപ്പിങ്ങിന് എന്നെ കിട്ടില്ല. ഞാൻ എന്തായാലും വരില്ല. എനിക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ തന്നെ പോയി വാങ്ങിക്കണം. ഒന്നാമത് എനിക്ക് ഇതിനോട് തീരെ ഇൻട്രസ്റ്റ് ഇല്ല. അതിനിടയിൽ എന്റെ വർക്കൊക്കെ മാറ്റി വെച്ചിട്ടാ നിൽക്കുന്നത്. ഞാൻ നോക്കിക്കോളാം. ചേട്ടാ, നീ ഇന്ത്യയുടെ പ്രസിഡന്റ് ഒന്നല്ലല്ലോ. അത് കാണിക്കൽ നടത്തുന്ന പ്രസിഡന്റ് ആണ്. അമ്മയുടെ മോന് അമ്മയോട് വരുമോ എന്നല്ല ചോദിച്ചത്. ഞാൻ നിന്നോട് വരാനാ പറഞ്ഞത്. അവിടെ നിന്നെ കണ്ടില്ലെങ്കിൽ ബാക്കി അപ്പോ. ഓ, ശരി, ഞാൻ വരാം. അരമണിക്കൂറിനുള്ളിൽ ഷോപ്പിംഗ് കഴിഞ്ഞ് എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് വരണം. അത്ര തന്നെ. മഹിയേട്ടാ, നിങ്ങൾ ഇതൊന്നും കേൾക്കുന്നില്ലേ? ചേട്ടാ, അരമണിക്കൂറിനുള്ളിൽ തീർത്തിട്ട് വരണേ. നമ്മൾ പച്ചക്കറി വാങ്ങാൻ പോവല്ലേ, കല്യാണത്തിനുള്ള സാധനങ്ങൾ എടുക്കാനാ. നിനക്ക് എന്താ ഇവിടെ വന്നിട്ട് ഇവിടെ പണിയുണ്ടോ? അല്ല പിന്നെ ഇവിടെ വെറുതെ ഇരിക്കാനല്ലേ. അയ്യോ പാറുമാ, സമാധാനപ്പെട്. എന്തിനാ അങ്ങനെ ദേഷ്യപ്പെടുന്നത് പൊന്നെ? വിട് മനുഷ്യൻ. അതിനിടക്കൂടെ അയാളുടെ ഒരു ശൃംഗാരം. ചെക്കം, മര്യാദക്കാണെങ്കിൽ മര്യാദക്ക് നീ നിന്റെ അനിയനെ കണ്ട് പഠിക്കടാ. അവൻ നോക്ക്, എത്ര നേരം കുട്ടിക്ക് അവൻ മെസ്സേജ് അയക്കുന്നേ. അത് തന്നെ. എന്നെ കണ്ട് പഠിക്കാൻ പറ ബ്രഹ്മചാരിനെ കൊണ്ട്. ഒരു മിനിറ്റ്, അവള് വിളിക്കുന്നു.
ആ ഹലോ ബേബി, പറ. ആ, ഞാൻ കഴിച്ചു. നീ കഴിച്ചോ? കാണടാ, കണ്ണ് തുറന്ന് നീ കാണടാ. ഇങ്ങനെ വേണം ആൺകുട്ടികളെ. നിന്റെ ചെറുതല്ലടാ അവൻ. അവൻ നോക്ക്, അവൻ കെട്ടാൻ പോകുന്ന പെൺകുട്ടീനെ എങ്ങനെയൊക്കെ വിളിച്ച് സംസാരിക്കുന്നത്. ആ കുട്ടിയുടെ നമ്പർ നിന്റെ കയ്യിലുണ്ടടാ, അറിയാണ്ട് ഞാൻ ചോദിക്കുക. ഓ, ഇവൻ കാരണം മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അമ്മ, എന്റെ അനിയൻ ഒരു കാട്ടുകോഴി ആയതിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓ, ഇപ്പൊ നിനക്ക് അങ്ങനെ പറയാലോ. എന്താണ് ഇവിടെ ഒരു ചർച്ച? ആ, നീ വന്നോ? അല്ല, അവളിവിടെ. ഞാനിവിടെ തന്നെ ഉണ്ട്. ആ, എന്തായാലും രണ്ടുപേരും വന്നോ? ഞാൻ വിളിക്കാൻ വരാൻ നിൽക്കായിരുന്നു. രണ്ടാൾക്കാരും ഇവിടെ ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ന് അച്ഛൻ പോയി ജ്യൂസിലൊക്കെ കണ്ടിട്ട് വന്നു. മാരേജ് ഒക്കെ ഫിക്സ് ചെയ്തു. ഡേറ്റ് വന്നിട്ട് ഈ മാസം ലാസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമുക്ക് ഷോപ്പിങ്ങിന് വേഗം തന്നെ പോകണം. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളും എന്തൊക്കെയാണെന്നൊന്ന് വേഗം പറയണം. പിന്നെ വിളിക്കാനുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഇപ്പൊ തന്നെ ഒന്ന് കറക്റ്റ് ആക്കി വെക്കണം. ലാസ്റ്റ് പിടിച്ചിട്ട് ഓടാൻ നിൽക്കരുത്, മനസ്സിലായല്ലോ? വാട്ട്? ഈ മാസം ലാസ്റ്റോ? എന്തിനാ ഇത്ര വേഗമൊക്കെ? ഇത്ര നേരത്തൊന്നും വേണ്ട. ഈ മാസം ലാസ്റ്റുള്ള ഡേറ്റ് വേണ്ട. നമുക്ക് പിന്നെ നമുക്കൊരു 1 ഇയർ കഴിയട്ടെ. 1 ഇയർ കഴിഞ്ഞിട്ട് നിനക്കിപ്പോ എന്തിനാ? ഈ മാസം ലാസ്റ്റ് നല്ല മുഹൂർത്തമുണ്ട്, അത് മതി. പിന്നെ മോളെ, നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. ഈ കല്യാണം മുടക്കം എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ബാക്കി അപ്പോ. എന്നാലും ഒന്നാമതേ എനിക്ക് ആ കോഴിക്കുഞ്ഞിനെ കെട്ടാൻ തീരെ താല്പര്യമില്ല. അതിന്റെ ഇടയ്ക്കൂടെ ഈ മാസം ലാസ്റ്റ് കോഴിക്കുന്നോ? ഡി ഡി ഡി, നിനക്ക് എവിടെ കിട്ടൂടി ഇതുപോലെ ഹാൻസം ഫേസ് ആയിട്ടുള്ള ഒരാളെ? അത്രയും സുന്ദരമായ മോനെ നീ കോഴിക്കുഞ്ഞിനെ വിളിക്കും? ഓ പിന്നെ, ഒരു സുന്ദരൻ വന്നിരിക്കുന്നു, കണ്ടാലും മതി. കോഴിക്ക് പരിണാമം സംഭവിച്ച പോലെയുണ്ട്. അല്ലുണ്ട്. ഡി ഡി ഡി, നീ ഒരുപാട് മോനെ അങ്ങോട്ട് പറയണ്ട. എവിടെ കിട്ടും ഇത്രയും അച്ചടക്കവും ഇത്രയും ഹാൻസം ആയ ഒരു മോൻ? നിനക്ക് എവിടെയും കിട്ടോടി? വെറുതെ അല്ലേടി അവൻ നിന്നെ പൂച്ചാന്ന് വിളിക്കണം. എപ്പ എന്റെ കാര്യം മനസ്സിലായേ? ഒരു മിനിറ്റ്, ഒരു കോൾ വരുന്നു. പാറു ആണല്ലോ. ഹലോ പാറു. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, പാറുവാണ് ഇപ്പൊ വിളിച്ചത്. സോ അതുകൊണ്ട് തന്നെ അവളിപ്പോ പറഞ്ഞത് ഈ മന്ത് ലാസ്റ്റ് ആണല്ലോ നമ്മുടെ മാരേജിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അടുത്തായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമുക്ക് ഷോപ്പിംഗ് നടത്താൻ തീരുമാനിച്ചു. ഷോപ്പിംഗ് കഴിഞ്ഞാൽ തന്നെ പകുതി ടെൻഷനും കഴിഞ്ഞു. അപ്പൊ മറ്റന്നാള് പോവാന്നാണ് തീരുമാനിച്ചിരിക്കണേ. അപ്പൊ ആരും ഒരു മുടക്കം പറഞ്ഞു വരണ്ട, പ്രത്യേകിച്ച് നന്ദു. ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. നീ എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞ് ഒഴിവായ ബാക്കി ഞാൻ അപ്പ തരാം, മനസ്സിലായല്ലോ? ഓ, മനസ്സിലായി. ഞാൻ വരാം. അമ്മ, എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു. നമുക്ക് എന്താ വരാത്തെ? ആ കോഴിക്കുഞ്ഞായിരിക്കും വണ്ടി ഓട്ടിക്കുന്നത്. വെറുതെ അല്ലേ ലേറ്റ് ആവണേ. എന്റെ പൊന്ന് നന്ദ, അവരിപ്പ വരും. പിന്നെ പല തവണ നീ മോനെ കോഴിക്കുഞ്ഞെ വിളിക്കുന്നു. ഇനി അതെങ്ങനെ കേട്ട ബാക്കി അപ്പഴായിരിക്കണ്ട നന്ദു. വല്ല ആവശ്യം ഉണ്ടായിരുന്ന അവിടെ മിണ്ടാതിരുന്നാ പോരെ നിനക്ക്? തമ്പുരാട്ടി ഒരുപാട് സംസാരിക്കണ്ട, അവിടെ മിണ്ടാതിരിക്കുന്നതായിരിക്കും ആരോഗ്യത്തിന് നല്ലത്. ആ, അതാ അവര് വന്നല്ലോ. ആ ഡി, നിങ്ങൾ വന്നിട്ട് കുറെ നേരമായോ? ഇല്ലടി, വന്നിട്ടൊരു 10 minutes ആയിട്ടുണ്ടാവും. ആണോ? ആരോ മോനെ വണ്ടി ഒട്ടിച്ച, അവനെ അവിടത്തെ ഒട്ടിച്ചതായിട്ട് ഇവിടുത്തെ ട്രാഫിക്കും റോഡും ഇതൊന്നും അവനങ്ങനെ പറ്റുന്നില്ല. അതത്ര ലേറ്റ് ആയേ. എനിക്ക് അപ്പോഴേ തോന്നി ഈ കോഴിക്കുന്നായിരിക്കും വണ്ടി ഒട്ടിച്ചത്. അതിനയാൾക്ക് ഇവിടത്തെ ഒന്നല്ല, അവിടത്തെ ഓട്ടിക്കാൻ അറിയില്ലല്ലോ. മറ്റുള്ളവരുടെ നെഞ്ചത്തോട്ട് കയറിയാലോ. പൂച്ചമ്മേടം കാര്യമായിട്ട് ആലോചിച്ച് കൂട്ടുന്നുണ്ടല്ലോ. എനിക്കുള്ള വല്ല പണിയായിരിക്കും, സൂക്ഷിക്കണം. മാളു, എനിക്ക് ഈ ഡ്രസ്സ് നന്നായി ചേരുന്നുണ്ട്. ഓ, ആയിക്കോട്ടെ. ഇതാ മഹി, കല്യാണ ഒരുക്കങ്ങളൊക്കെ എന്തായി? കുഴപ്പമില്ലടാ, അങ്ങനെ പോണു. അവിടെ എന്തായി? ഇവിടെ അങ്ങനെ പോണു, കുഴപ്പമൊന്നുമില്ല. ഇനി കുറച്ച് ആൾക്കാരെ കൂടി വിളിക്കാനുണ്ട്. ആ പണിയും കൂടി കഴിഞ്ഞാൽ അതെന്തായാലും ഒന്ന് കഴിഞ്ഞു കിട്ടും. മതി മതി സംസാരിച്ചത്, വാ ഉള്ളിക്കയറാം. ഇപ്പോഴേ ലേറ്റ് ആയി.
എന്താണ് സാർ വേണ്ടത്? ഞങ്ങൾക്ക് വെഡിങ് കളക്ഷൻസ് നോക്കാനായിരുന്നു. ഓക്കെ സാർ, ആർക്കാണ് നോക്കേണ്ടത്? ബ്രൈഡിനാണോ ഗ്രൂമിനാണോ? ഫസ്റ്റ് ബ്രൈഡിന് നോക്കാം അല്ലേ? ബ്രൈഡിന്. ഓക്കെ മാം, വരൂ. ഇതാണ് ഞങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള മോഡൽസ്. ഒന്ന് നോക്കിക്കേ. ഇത് ഇഷ്ടായോ? മാളു, നന്ദു, ആർക്കാ ആദ്യം നോക്കണ്ടേ? വേഗം പറ. ആദ്യം മാളുവിന് നോക്കിക്കമ്മ, അത് കഴിഞ്ഞിട്ട് എനിക്ക് നോക്കാം. ആ മോളെ, നിനക്കിതിൽ ഏത് ഇഷ്ടായ പറ, നമുക്ക് അതെടുക്കാം. നോക്കിക്കേ, ഇതെങ്ങനെയുണ്ട്? ഇത് വേണ്ടമ്മ, ഞാനൊന്ന് നോക്കട്ടെ. ആ ചേച്ചി, ആ പിങ്ക് കളർ സാരി ഉണ്ടോ? അതൊന്ന് എടുത്തേ. ഇത് കൊള്ളാം, നല്ല രസമുണ്ട്. മോന് നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ. എന്തായാലും ഇത് അവൾക്ക് നന്നായി ചേരും. മാളു, നോക്കിക്കേ, എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? അമ്മ കുഴപ്പമില്ല, എന്തായാലും രസമുണ്ട്, എനിക്കിഷ്ടായി. ആ മോളെ, എന്നാ നീ ഒന്ന് പോയി ട്രൈ ചെയ്തിട്ട് വാ. കണ്ടോടാ, കണ്ട് പടിയാടാ. നിന്നെ കൊണ്ട് ഇതിന് വല്ലതും പറ്റുമോ? ഓ പിന്നെ, ഒരു സാരി സെലക്ട് ചെയ്യണം അത്ര വലിയ ആന കാര്യമൊന്നുമല്ല. അതിപ്പോ എന്നെ കൊണ്ട് പറ്റും. ആണോ? എന്നാ എന്റെ പൊന്നുമോൻ പോയി നന്ദുമോൾക്ക് ഒരു സാരി സെലക്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ ഈ അമ്മ പറ എന്റെ മോൻ ഇതൊക്കെ പറ്റുന്നു. ഓ പിന്നെ, ആ പൂച്ചയ്ക്ക് സാരി സെലക്ട് ചെയ്ത് കൊടുക്കില്ലല്ലോ ഇപ്പൊ എന്റെ പണി. അവൾക്ക് വേണമെങ്കിൽ അവൾ സെലക്ട് ചെയ്യട്ടെ. ഓ, അവൾക്ക് എന്തായാലും സെലക്ട് ചെയ്യാൻ അറിയാം. എന്റെ പൊന്നുമോനൊരു സാരി സെലക്ട് ചെയ്ത് കൊടുക്കാൻ കൂടിയുള്ള കഴിവില്ലാന്ന് ഈ അമ്മയ്ക്ക് ഇപ്പൊ മനസ്സിലായി. ഓഹോ, അങ്ങനെയാണോ? എന്നാ ഞാൻ ഇപ്പൊ കാണിച്ചത്. ചേച്ചി, ആ സാരി ഒന്ന് എടുത്തേ. ആ അത് തന്നെ, അതൊന്ന് എടുത്തേ. ആ ഇടി നന്ദന, ഇങ്ങോട്ടൊന്ന് വന്നേ. അത് പിടിക്ക്. എന്താ? ഇന്നാ ഇത് ട്രൈ ചെയ്തിട്ട് വാ. ട്രൈ ചെയ്യണം? ഇവർക്കെന്ത് വയ്യ. അതെ, എന്റെ മുഖത്ത് നോക്കി നിൽക്കാനല്ല ഞാൻ പറഞ്ഞു, ഇതൊന്ന് പോയി ട്രൈ ചെയ്തിട്ട് വരാനാ പറഞ്ഞു. പോയി ട്രൈ ചെയ്തിട്ട് വാടി. ചെക്കൻ്റെ ഒരു കാര്യം, പാവ കൊച്ചു പേടിച്ചു. ആ മാള് വന്നല്ലോ. എന്തായാലും സാരി നന്നായി ചേരുന്നു. ചെക്ക, മതിയടാ നോക്കിയത്. നിന്റെ തന്നെ ആർക്കും കൊടുക്കൊന്നും വേണ്ട. അമ്മ, എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട്. സത്യം, മോൾക്ക് നന്നായി ചേരുന്നുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും എന്താ ഋഷി, നിന്റെ സെലക്ഷൻ അടിപൊളിയായിട്ടുണ്ട്. അത് പിന്നെ ഞാനല്ലേ സെലക്ട് ചെയ്തേ. എന്തായാലും കൊള്ളാം. മാളു, നിനക്ക് നന്നായി ചേരുന്നുണ്ട്. എന്നാ പിന്നെ മോളെ, നീ ചേഞ്ച് ചെയ്തിട്ട് വാ. എന്തായാലും ഇത് മാറ്റി വെക്കാം, നമുക്ക് കുറച്ചുകൂടി നോക്കാം ഏതാണോ നല്ലത്, നമുക്ക് അത് ലാസ്റ്റ് ഫിക്സ് ചെയ്യാം. ആ അതാ നന്ദുമോള് വന്നല്ലോ. മോളെ ആരവേ, നിന്റെ സെലക്ഷൻ കൊള്ളാം. അടിപൊളിയായിട്ടുണ്ട്. ഈ സൈഡ് നമുക്ക് ഫിക്സ് ചെയ്യാലോ? ശരിയാ, നന്ദന് സാരി എടുക്കുമ്പോ ഒരു പ്രത്യേക ഭംഗി. ഇപ്പൊ ഓൾമോസ്റ്റ് നമ്മളെല്ലാം എടുത്തില്ല, ബ്രൈഡിന്റെയും ഗ്രൂമിന്റെയും. ഇനി എന്തെങ്കിലും എടുക്കാനുണ്ടോ? ആ, ഇപ്പൊ ഓൾമോസ്റ്റ് വേണ്ടതൊക്കെ കിട്ടി. പക്ഷെ റിസപ്ഷനുള്ളത് കിട്ടിയിട്ടില്ല. അത്ര പേർക്ക് ലെഹങ്ക എടുത്ത പറ്റണില്ലാന്ന്. ഇപ്പൊ സംഗീതത്തിനുള്ളതും ഹൽദിക്കുള്ളതും മാരേജിനുള്ളതും നമ്മളിപ്പോ ഇവിടെ നിന്ന് എടുത്തു. പിന്നെ റിസപ്ഷനും പിന്നെ വേറെ കുറെ എന്തിന്റെ ഫോട്ടോഷൂട്ട് അതിന്റെ ഇതിന്റെ ഒക്കെ ഡ്രസ്സ് കിട്ടിയിട്ടില്ല. അത് ഇവരെന്നെ പോയി എടുക്കാന്നാ പറയണത്. പിന്നെ മക്കൾക്ക് കിട്ടിയിട്ടില്ലല്ലോ. ഋഷിമോനെ ആരോമോനെ എന്തോ റിസപ്ഷൻ ഇടാനുള്ള കോട്ടും സെറ്റ് ഇവിടെ ഇല്ലാന്നോ അങ്ങനെ എന്തോ പറയണ്ടായിരുന്നല്ലോ. അതൊക്കെ ഇനി എന്ത് ചെയ്യാനാ? ആ, അത് കുഴപ്പമില്ല, അത് അവന്മാർ തന്നെ പോയി എടുത്തോളാന്നാ പറയണേ. അവർക്ക് അറിയുന്ന ഷോപ്പിൽ പോയി എടുക്കാന്ന് അങ്ങനെ എന്തോ പറയണ്ടായിരുന്നു. അത് അവരതിന്റെ ഇഷ്ടത്തിന് ചെയ്യട്ടെ. പിന്നെ മക്കൾക്കും പിന്നെ റിസപ്ഷൻ പിന്നെ കുറെ ഫോട്ടോഷൂട്ടും അതും ഇതെന്നൊക്കെ ഉണ്ട് പറയണ്ടായിരുന്നു. അതൊന്നും അവരെന്നെ പോയി എടുത്തോട്ടെ. ഇനി നമുക്ക് ഡ്രസ്സിന്റെ കാര്യം നമ്മൾ എന്തായാലും കഴിഞ്ഞു, ആ തിരക്ക് കഴിഞ്ഞു. ഇനി നമുക്ക്
ജ്വല്ലറി ഷോപ്പിംഗ് അല്ലേ, അതെന്തായാലും ഇപ്പോ ടൈം ഉണ്ടല്ലോ, നമുക്ക് എന്തായാലും ഇപ്പൊ പോയി അതും ചെയ്യാം. എല്ലാം അങ്ങനെ ചെയ്താൽ പിന്നെ അധികം തിരക്കില്ലല്ലോ. ഇനി ആവാനേ ഇനി ഇതാ ഒരാഴ്ച കൂടി തികച്ചുമില്ല. ആ മക്കളെ, പിന്നെ നിങ്ങളുടെ ലീവും കാര്യങ്ങളൊക്കെയോ? നിങ്ങള് വന്ന പെണ്ണാണല്ലോ ഇതായിട്ടാ വന്നത്. ഇത് പെട്ടെന്ന് മാരേജ് ആവുന്ന നിങ്ങളും വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ലീവൊക്കെ ഇനി കമ്പനി പോയി ലീവിന്റെ കാര്യമൊക്കെ ഇനി നോക്കണ്ടേ? പിന്നെ അവിടുത്തെ ഫ്രണ്ട്സിനൊക്കെ വിളിക്കണ്ടേ? ഇനി അതൊക്കെ ഇനി എന്ത് ചെയ്യാനാ? എപ്പോ പോകുന്നു ചെന്നൈയിലോട്ട്? ആന്റി, എന്തായാലും നാളെ ഞങ്ങൾ ചിലപ്പോ രാവിലെ ചെന്നൈയിലോട്ട് പോവാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ലീവ് ഞങ്ങൾ ആകപ്പാട് 3 days അപ്ലൈ ചെയ്തിട്ട് ലീവ് ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ 3 days കഴിഞ്ഞു. അപ്പൊ ഇനി നിക്കാൻ പറ്റില്ല. ഇന്ന് മാരേജിന് ഇപ്പൊ ഡ്രസ്സൊക്കെ നമ്മൾ ഷോപ്പ് ചെയ്ത് കഴിഞ്ഞല്ലോ. പിന്നെ ജ്വല്ലറി അല്ലേ, അതും കൂടി ഇന്ന് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നാളെ എന്തായാലും മോർണിംഗ് തന്നെ പോവും. അത് ചെയ്താലും ഇല്ലേലും ഞങ്ങൾക്ക് നാളെ പോകണം. ഇപ്പോഴും ഓഫീസിൽ നിന്ന് വിളി വന്നിട്ടുണ്ട്. അപ്പോൾ നാളെ ഞങ്ങൾ മോർണിംഗ് പോയി ലീവിന്റെ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് വരും. ആ അതന്നെ നല്ലത്. മക്കള് നാളെ പോയി ഓഫീസിൽ പോയി ലീവും ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് പിന്നെ ഫ്രണ്ട്സിനെ കുറെ ആൾക്കാരെ വിളിക്കാനുണ്ടാവില്ലേ, കൊളീഗ്സ് ഫ്രണ്ട്സ്, അങ്ങനെ അവരൊക്കെ വിളിച്ചിട്ട് നാളെ പോയി മറ്റന്നാളോ അല്ലെങ്കിൽ നാളെ ഈവനിങ്ങോ വരാൻ നോക്കാം എന്തായാലും. എന്നാ നമുക്കിനിപ്പോ നേരെ ജ്വല്ലറിയിലോട്ട് പോവാല്ലേ? ജ്വല്ലറി എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നല്ല കളക്ഷൻസ് ഉണ്ട് തോന്നുന്നു. നമുക്കൊന്ന് പോവാ. ഹലോ മാം, എന്താ വേണ്ടത്? എന്തെങ്കിലും ഹെൽപ്പ് വേണോ? വെഡിങ് ഓർണമെന്റ്സ് വേണം. ഓക്കെ സാർ, വരും. ബ്രൈഡിനുള്ളതല്ലേ? ബ്രൈഡിനുള്ളതൊക്കെ ആ സെക്ഷനിലാണ് വരും സാർ. ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് മോഡൽസ് ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനത്തെ ടൈപ്പ് ഓർണമെന്റ്സ് വേണം പറഞ്ഞാൽ അത് നമുക്കൊന്നും കൂടി നോക്കാൻ പറ്റും. ട്രഡീഷണൽ ആയിട്ടുള്ള കേരള ടെമ്പിൾ ടൈപ്പ് വേണോ? ആണോ? ടെമ്പിൾ ടൈപ്പ് ഒന്ന് കാണിച്ചേ. ഇതാണ് മാം ടെമ്പിൾ ടൈപ്പ്. വേറെ കുറെ ഡിസൈൻസ് ഉണ്ട്. ആ കൊള്ളാം. ഓക്കെ, അല്ല വേറെ മോഡൽസ് ഒക്കെ ഒന്ന് കാണിച്ചേ. മാം ഈ സൈഡിൽ മൊത്തം ഇപ്പോ റീസെന്റ് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങി ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് മോഡൽസ് ആണ്. നമുക്ക് വേണമെങ്കിൽ അതും കൂടി ഒന്ന് നോക്കാം. ചേച്ചി ആ സെറ്റ് ഒന്ന് എടുത്ത്. അതന്നെ അതന്നെ. ഏതാ മോളെ? ഇതാണോ? ആ ഇത് തന്നെ. അമ്മ, എനിക്കിത് ഇഷ്ടപ്പെട്ട രസമല്ലേ? നോക്കട്ടെ. കൊള്ളാം, രസമുണ്ട്. മാം ഓർണമെന്റ്സ് ഒക്കെ ഒന്ന് വെച്ച് നോക്കാം. ഞാൻ കുറച്ചുകൂടി മോഡൽസ് തരാം. പക്ഷെ ഇത് വെച്ചിട്ട് കറക്റ്റ് ആണില്ല. ഈ കണ്ണാടി കാണുന്നില്ല. ഓഹോ, ഇങ്ങനൊരു ഫോൺ കുത്തിക്കൊണ്ടിരിക്കല്ലേ? പണി കൊടുക്കാം. ഡോ ഡോ. എന്താ? അതെ, ഒന്നിങ്ങോട്ട് വന്നേ. എന്തിന്? താൻ കാര്യം അറിഞ്ഞാലേ വരുന്നുണ്ടോ? ഒന്നിങ്ങോട്ട് വരൂ, ഒരു ആവശ്യത്തിനാ. എന്താ കാര്യം? ദേ ഈ കണ്ണാടി ഒന്ന് പിടിച്ചേ. ആര്? ഞാനോ? അല്ല, ഞാൻ. ആ നല്ല തീരുമാനം. സ്വന്തമായിട്ട് അങ്ങ് പിടിച്ചോ. ഓ ഇങ്ങോട്ട്. ഡോ, താനിത് എന്താ ചെയ്യുന്നത്? ഒന്ന് വന്ന് ഇത് പിടിച്ചു തരുമോ? ഓ ഇയാള്. മതിയോ? എന്റെ കൈ വേദനിക്കണത് ഇപ്പൊ കൊറേ നേരമായല്ലോ. ഓ മതി. ചേച്ചി, ഇതാ ആ കാണുന്ന ആ നെക്ലേസ് ഒന്ന് എടുക്കാവോ? അത് തന്നെ അത് തന്നെ. ഒന്ന് തന്നെ. ജ്വല്ലറി ഷോപ്പിംഗ് ഒക്കെ ഇപ്പൊ കഴിഞ്ഞില്ലേ? ഇന്ന് എല്ലാരും വാ, നമുക്ക് ഇനി താലി നോക്കാം. നമുക്കിന്ന് താലി എടുക്കാനുണ്ട്. പാറു താലിയും പിന്നെ ഏതൊക്കെയാ? റിങ്ങുണ്ട്. ഇനി താലി റിങ്ങും നോക്കാനുണ്ട്. നമുക്ക് താലി റിങ്ങും ഉള്ളത് അപ്പുറത്താന്നാ പറഞ്ഞത്. താലി അപ്പുറത്തും റിങ് സൈഡ് എവിടെയാന്ന് പറഞ്ഞു. നമുക്ക് അതൊക്കെ ഒന്ന് പോയി നോക്കാം. ഇനി താലി എന്തായാലും നല്ല നോക്കി സെലക്ട് ചെയ്യാം. താലി എടുക്കണം, പിന്നെ അതിന്റെ ചെയിൻ. ഓക്കെ, അതൊക്കെ എടുക്കാനുണ്ട്. വയോ.
ആ അമ്മ നിങ്ങൾ നടന്നു, ഞാൻ വെള്ളം കുടിച്ചിട്ട് വരാം. ആ മോളെ നീ വെള്ളം കുടിച്ചിട്ട് നേരെ അങ്ങോട്ട് വന്നാ മതി. ഡീ ഞാൻ വരണോ? ഒറ്റയ്ക്ക് പോണ്ട. എല്ലടി കുഴപ്പമൊന്നുമില്ല, ഞാൻ പോയിട്ട് അങ്ങോട്ട് വരാം, നീ പൊക്കോ. ഋഷിയേട്ടാ എന്താ എന്താ കാര്യം, എന്തിനാ വിളിച്ചേ? അതൊക്കെ ഞാൻ പറയാം, നീ ഒന്ന് തിരിയടി. ഋഷിയേട്ടാ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഒരുപാട് ഇഷ്ടായി, താങ്ക്സ്. താങ്ക്സ് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ലേ? ഇപ്പൊ തൽക്കാലം താങ്ക്സ് മാത്രമേ ഉള്ളൂ, വാ പോവാ. ആ ഋഷിയേട്ടാ നിക്കടി, എങ്ങോട്ടാടി ഓടുന്നത്? എനിക്കുള്ളത് ഞാൻ തന്നെ എടുത്തോളാം. ഋഷിയേട്ടാ വേണ്ട, ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. ഏയ് 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 ആ മക്കളെ നിങ്ങൾ വന്നോ? ഇതാ നോക്കിക്കേ, ഇതിലേതാ വേണ്ടത്? ഇത് മതി ആൻറ്റി, ഇത് നല്ല രസമുണ്ട്, ഇതെടുക്കാം. കൊള്ളാം. ആരോ നീയും കൂടി നോക്കും, ഇതിലേതാ വേണ്ടത്? ഐ തിങ്ക് ദിസ് വൺ. ഓക്കെ, ഒരു സമാധാനമായി. ഇനി റിംഗ് കൂടി എടുത്ത ജ്വല്ലറി ഷോപ്പിംഗ് ഇങ്ങനെ തീർന്നു. എന്റെ പൊന്നു, രാവിലെ ഇറങ്ങി നമ്മളപ്പ ടൈം നോക്ക്, ഈവനിങ് കഴിയാനായി. ഒട്ടും വയ്യ, ഫുൾ ടയർഡായി. വീട്ടിൽ പോയിട്ട് ഒന്ന് കിടന്നാ മതി. ഒരു കല്യാണം പറഞ്ഞ എന്തൊക്കെ തിരക്കാലേ. ഇനിയുണ്ട്, ഇനി നാളെ മുതൽ വീണ്ടും ഓരോ പണി അടുത്തത് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഒരാശ്വാസം, നീ റിസപ്ഷന്റെ ഡ്രസ്സ് ഇവിടെ തന്നെ പോയി നോക്കുമല്ലോ, അതുകൊണ്ട് അതിലോട്ട് ഇനി പോകേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോ നമുക്ക് റിങ് സെലക്ട് ചെയ്യാം അല്ലേ? എന്തായാലും താലി നിങ്ങളല്ലേ സെലക്ട് ചെയ്ത്, റിങ് ഇനി മക്കൾ സെലക്ട് ചെയ്യട്ടെ. നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. സത്യം വയ്യാണ്ടായി. മക്കളെ, ഇതിൽ ഏത് റിങ് വേണോടാ? നോക്കിക്കേ, നന്ദു നോക്ക്, മാളു. ഇതിലെല്ലാ രസമുണ്ട്, എനിക്കിപ്പോ ഫുൾ കൺഫ്യൂഷൻ ആണോ? ഇതിലേതെടുക്കും? ഇത് നന്ദു പറയടി, ഏതെടുക്കും? എനിക്കിത് മതി. എന്നാ എനിക്കിത് മതി. രണ്ടറിങ്ങും കൊള്ളാം. എന്നാ പിന്നെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എങ്ങനെയാ, നേരെ വീട്ടിൽ പോവല്ലേ? ഓക്കെ അല്ല, പിന്നെന്നാ നാളെ മഹീം, നമുക്കില്ലേ നാളെ തന്നെ നമുക്ക് മൂന്നുപേർക്കും കൂടി ഫുഡിന്റെയും പിന്നെ ഓഡിറ്റോറിയത്തിന്റെയും കാര്യം ഇതൊക്കെ നോക്കാൻ പോണം. പിന്നെ കിച്ചു മറ്റേ ഇൻവിറ്റേഷന്റെ അത് നീ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? അതൊക്കെ ഒന്ന് നാളെ പോയി നമുക്കൊന്ന് അന്വേഷിച്ചിട്ട് വരാം. കാറ്ററിങ്ങും ഫുഡ് അതിന്റെ കാര്യങ്ങൾ, ഓഡിറ്റോറിയം, പിന്നെ അങ്ങനെ കുറെ സാധനങ്ങൾ, വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ നമുക്ക് നാളെ തന്നെ ഒന്ന് പോയി അന്വേഷിച്ച് എല്ലാം ശരിയാക്കാം. അപ്പൊ എന്നാ പോവല്ലേ? ശരി എന്നാ, ബൈ. ശരി, ബൈ. ആടെ ഓക്കെ, നമുക്ക് എന്തായാലും നാളെ മോർണിംഗ് തന്നെ ഇറങ്ങാം. പിന്നെ അമ്പലത്തിൽ എന്തോ പൂജയ്ക്ക് എന്തൊക്കെ കൊടുക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? പാറു, ലിച്ചു, ഐഷു, അത് നിങ്ങൾ മൂന്നുപേരും ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണേ. ഏട്ടാ അത് ഞങ്ങൾ നോക്കിക്കോളാം, അത് 2 ദിവസം കഴിഞ്ഞിട്ടാ. അപ്പൊ ഞങ്ങൾ മൂന്നുപേരും കൂടെ അത് പോയി അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തോളാം. ഓക്കെ ഡി, എന്തായാലും ഞങ്ങൾ ഒന്ന് ഇറങ്ങട്ടെ. ശരി കേട്ടോ, എന്നാ മക്കളെ ശരി ഡി, ബൈ ഏട്ടാ. ശരി. എന്തായാലും മക്കളെ നാളെ ചെന്നൈയിലോട്ട് പോവല്ലേ, നിങ്ങൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയേക്കും. ശരി എന്നാ. മക്കളെ സൂക്ഷിച്ചു പോണം കേട്ടോ, അവിടെ എത്തിയതും വിളിക്കാൻ മറക്കല്ലേ. അച്ഛാ ഞങ്ങളെ വിളിച്ചോളാം, എന്തായാലും എന്താ ബസ് വന്നു. ശരി കേട്ടാ, ബൈ. സൂക്ഷിച്ചു പോയിട്ടാ മാളു, നന്ദു. ശരി കേട്ടോ, ബൈ. അവിടെ എത്തിയിട്ട് എന്തെങ്കിലും കഴിക്കി. അച്ഛാ ബൈ, ഞങ്ങൾ എന്തായാലും പോട്ടെ, അവിടെ എത്തിയിട്ട് എന്തെങ്കിലും കഴിക്കാം. മാമ ബൈ.
ഉം, ചെന്നി കിട്ടിയോ? നന്ദു, ഇത് നന്ദു, എനിക്ക് എന്താടി കുന്തം ഡി ചെന്നി കിട്ടി. നീ വരുന്നില്ല, നീ ഇവിടെ തന്നെ ഇരിക്കാനാണോ തീരുമാനം? ദാദാ പൊടി എണീക്കടി. ഓ ഈ പെണ്ണ് ഇത് മതിയുടെ ഇറങ്ങിയത്. ഏ ഇത്ര വേഗം എത്തിയോ? മനുഷ്യന്റെ ഉറക്കം പോയി, നന്നായി ഉറങ്ങാൻ പറ്റില്ല, നല്ല സ്വപ്നമായിരുന്നു. എന്നാലേ എന്റെ കുഞ്ഞുമോൾ ഇവിടെ സ്വപ്നം കണ്ടിരിക്കും. ഇതാ സ്റ്റോപ്പ് എത്തി, ഞാൻ ഇറങ്ങുന്നു, ബൈ. പോവല്ലേ പോവല്ലേ, ഒരു മിനിറ്റ്, ഞാൻ ഈ ബാഗ് ഒന്ന് എടുക്കട്ടെ. ഫൈനലി ചെന്നൈ എത്തി. നമ്മൾ പോയപ്പോ ചെന്നൈ ഒന്നും കൂടി മാറിയോന്നൊരു ഡൗട്ട്. ഭംഗി വെച്ചിരിക്കുന്നു. ശരിയാ, മൊത്തത്തിലൊരു മാറ്റം. നമുക്കിപ്പോ നേരെ അപ്പാർട്ട്മെന്റിൽ പോകുന്ന ഫ്രഷ് ആയിട്ട് നേരെ ഓഫീസിലോട്ട് പോവാ. എന്നിട്ട് ക്യാൻറ്റീനിൽ ഫുഡ് കഴിച്ചാ പോരെ? മതി, വാ പോവാ. മക്കളെ, നിങ്ങൾ വന്നോ? ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ. എനിക്കിവിടെ വൻ ബോറായിരുന്നു നിങ്ങളില്ലാണ്ട്. എന്റെ പൊന്നോ, ബോറടിച്ച് ചത്തില്ലാന്നേ ഉള്ളൂ. പിന്നെ എന്തായി നാട്ടിൽ പോയിട്ട്? വീടും നാടൊക്കെ എക്സ്പ്ലോർ ചെയ്തോ? ആ നന്ദു, നിന്നെ സാറ് കുറെ അന്വേഷിച്ചായിരുന്നു കേട്ടോ. നീ ഇന്നും വന്നില്ലെങ്കിൽ ഇനി അങ്ങോട്ട് വരാനായിരുന്നു അയാളുടെ ഉദ്ദേശം. എന്തായാലും വന്നത് നന്നായി. പിന്നെ വിശേഷം പറ, എന്തൊക്കെയായി പോയിട്ട്? എന്തിനാ സത്യത്തിൽ നിങ്ങൾ അങ്ങോട്ട് പോയേ? അതാദ്യം ഒന്ന് പറ. എന്റെ പൊന്നു പ്രിയെ, ഒന്ന് പതിയെ പറ, ഞങ്ങൾ എങ്ങോട്ടും ഓടിപ്പോകത്തില്ല, ഇവിടെ തന്നെയുണ്ട്. ഫസ്റ്റ് നീ കുറച്ച് വെള്ളം കുടിക്കും, എല്ലാം പറഞ്ഞുതരാം, വ്യക്തമായി പറഞ്ഞു തരാം. ഓക്കെ ഓക്കെ, പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ വേറൊരു കാര്യം ഞാൻ ഇപ്പോഴാ ഓർത്തെ. ഞാനില്ലേ മറ്റന്നാൾ മുതൽ ഓഫീസിൽ ഉണ്ടാവില്ല കേട്ടോ. മറ്റന്നാൾ മുതൽ ഒരു 3 days 4 days ആവും ഞാൻ ലീവ് ആയിരിക്കും. മനുവേട്ടന്റെ ഏതോ 2 ഫ്രണ്ട്സിന്റെ മാരേജ് ആണത്രേ. അപ്പോ അങ്ങോട്ട് പോവാനാണത്രേ, നാട്ടിലേക്ക് അവരുടെ വീട്ടിൽ പോവാനാന്നാ പറയുന്നേ, കറക്റ്റ് ആയിട്ട് അറിയില്ല. അപ്പൊ അങ്ങോട്ട് പോകുമ്പോ ചിലപ്പോ ഞാൻ എന്റെ വീട്ടിലും കൂടി കേറിയിട്ടേ വരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ലീവായിരിക്കും എന്തായാലും. ഓ അങ്ങനെ. ഞങ്ങൾ ഇന്ന് ഈവനിങ് തന്നെ പോകും. ഞങ്ങളും ലീവാ. ഈവനിങ്ങോ? എന്താ കാര്യം? വാട്ട്? മാരേജ് ഫിക്സ് ചെയ്തു? അത് പോലീസ് ഓഫീസേഴ്സ്? ഓ മൈ ഗോഡ്. ഒന്ന് പതുക്കെ പറ പെണ്ണേ. പിന്നെ എനിക്ക് ഈ കല്യാണത്തിനോട് തീരെ താല്പര്യമില്ല. അയാളെ കണ്ടാലും മതി. പോടി. എന്താടേ ആരവേട്ടന് കുഴപ്പം? ഓ പിന്നെ അവളുടെ ഒരു ആരവേട്ടൻ കണ്ടാലും മതി, കോഴിക്കുന്നു. വെയിറ്റ്, ആരവ്? നിന്റെ ചെക്കന്റെ പേരെന്താ? ഋഷി. എന്താ? വാട്ട്? ആരവ് കൃഷ്ണ? ഋഷി കൃഷ്ണ? ബെസ്റ്റ് ഫ്രണ്ട്സാ ആരവേട്ടനും ഋഷിയേട്ടനും. എനിക്ക് പണ്ട് മുതലേ അറിയാവരെ. എന്റെ മനുവേട്ടന്റെ റിലേഷൻ ഫുൾ സപ്പോർട്ട് ആരവേട്ടനും ഋഷിയേട്ടനുമായിരുന്നു. അവരുടെ കല്യാണത്തിന് ഞാൻ പോണേ. പക്ഷെ അവരുടെ കല്യാണ ഫുള്ള് നിങ്ങളായിരിക്കുന്നു ഞാൻ അറിഞ്ഞില്ല. സ്വപ്നത്തെ കൂടെ വിചാരിച്ചില്ല. എന്തൊക്കെയായിരുന്നു, പോലീസിനെ കേട്ടില്ല, അത് ഇത് പറഞ്ഞ് ഞാൻ അന്നേ പറഞ്ഞില്ലേ, ലാസ്റ്റ് പിടിച്ച് പോലീസിനെ തന്നെ നിങ്ങൾ കെട്ടുന്നു. പക്ഷെ എന്നാലും ഇത് ഒടുക്കത്തെ സർപ്രൈസ്. ഇത് പെണ്ണെ അവിടെ വായടച്ചിരുന്നു. ഒന്നാമതേ മനുഷ്യൻ ദേഷ്യം വന്നു. അതിൻ്റെ ഇടയിൽ കൂടെ അവളുടെ എന്തായാലും നിന്നെ കല്യാണം വിളിക്കണ്ടല്ലോ, എന്തായാലും വരുമല്ലോ അങ്ങോട്ടും. അത് പിന്നെ വരാതിരിക്കും, ഞാൻ ആദ്യം തന്നെ വരും. നിങ്ങളുടെ സംഗീതനും പിന്നെ നിങ്ങളുടെ ഹൽദിക്കും കല്യാണത്തിന് ഞാൻ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും. ഡോണ്ട് വറി. ഓ ആയിക്കോട്ടെ, മാഡം എന്തായാലും ഉണ്ടാവും അറിയാം, സദ്യയുടെ അവിടെ. എടി എന്തോ സാറിനെ വിളിക്കണ്ടേ? സാറിനെ വിളിച്ചിട്ട് മോശം, നമുക്ക് പോയി സാറിനെ വിളിക്കാം. എനിക്കൊന്നും വേണം, നീ പോയി വിളിക്കും. അങ്ങനെ കണ്ടാലും മതി. ഈ കല്യാണം അങ്ങേരെ മുടക്കുമോന്ന് ഡൗട്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അയാളെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാവില്ല. ഒന്ന് പോടി, അങ്ങനെയൊന്നും സംഭവിക്കില്ല. മര്യാദയ്ക്ക് വന്നേ, പോയി വിളിച്ചിട്ട് വരാം. വാ. മേ ഐ കം ഇൻ സർ? യെസ്, കമിൻ വരൂ. ആരിത്? നന്ദനെ മാളവികയോ? എവിടെ ആയിരുന്നു ഇത്രയും കാലം? നന്ദു, സുഖമല്ല നിനക്ക്?
സാർ ഇപ്പൊ ഫ്രീ ആണോ? ഞങ്ങള് വന്നത് വേറൊരു കാര്യം പറയാനായിരുന്നു. ആ, ഞാനിപ്പോ ഫ്രീ ആണല്ലോ. എന്താ കാര്യം? കാര്യം പറ. സാർ ഞങ്ങളുടെ മാരേജ് ഫിക്സ് ചെയ്തു. ഈ മന്ത് ലാസ്റ്റിലാണ്. സാർ എന്തായാലും വരണം. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അത് ഇൻവിറ്റേഷൻ കാർഡിലുണ്ട്. വാട്ട്? ആരുടെയൊക്കെ മാരേജ്? സാർ എന്റെയും നന്ദുവിന്റെയും. ഓ, പയ്യന്റെ പിക്കൊന്ന് കാണിച്ച്. ഓക്കെ സാർ, ഇതാണ് എന്റെ ഫിയാൻസി. മാച്ച് ഉണ്ട്. നന്ദുവിന്റെ ഒന്ന് കാണിച്ച്. സാർ ഇതാണ് നന്ദുവിന്റെ. എന്താ പേര് രണ്ടുപേരുടെ? ഋഷി കൃഷ്ണ ആൻഡ് ആരവ് കൃഷ്ണ. നന്ദുവിനൊട്ടും മാച്ച് ഇല്ലല്ലേ? അത് വേണ്ട നന്ദു, ഒഴിവാക്കിയേക്കും. അത് പറയേണ്ടത് സാറല്ലല്ലോ. എനിക്കെന്തായാലും ആരവേട്ടനെ കണ്ടിട്ട് ഒരു കുഴപ്പവും തോന്നുന്നില്ല. സോ എനിക്ക് അത് മതി. ഓക്കേ ഓക്കേ. അല്ല, എന്താ രണ്ടുപേരുടെയും വർക്ക്? സാർ രണ്ടുപേരും പോലീസിലാണ്. SP ആണ് രണ്ടുപേരും. എന്തായാലും മാളും അങ്ങ് ചെന്നൈക്ക്. എനിക്ക് നന്ദുവിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ചെല്ലടോ, ഞാൻ തന്നോടല്ലേ പറയണേ പോവാൻ. എന്താ സാറിന് പറയാനുള്ളത്? പെട്ടെന്ന് പറയണം, എനിക്ക് ടൈമില്ല. നിനക്കെന്തിനാ നന്ദന വെറുതെ അവൻ? ഞാൻ പോരെ. എന്തായാലും കുഞ്ഞുമോള് ശ്രദ്ധിച്ചങ്ങ് കേട്ടോ, ഈ കല്യാണം നടക്കില്ല. പിന്നെ അത് സാറല്ലല്ലോ തീരുമാനിക്കണ്ടേ. സാർ കളിക്കാൻ പറ്റുന്ന എല്ലാ കളികളും ഒന്ന് കളിച്ചേക്ക്. എന്തായാലും ഈ കല്യാണം മുടങ്ങാൻ സാറിനെ കൊണ്ട് ഒരിക്കലും പറ്റില്ല. പിന്നെ ഇമ്മാതിരി കാണിച്ച പണിയും കൊണ്ട് ഇനി എന്റെ അടുത്തോട്ട് വന്നു പോകരുത്, മനസ്സിലായല്ലോ? നന്ദു, എന്തായി? അയാൾ എന്താ നിന്റെ അടുത്ത് പറഞ്ഞേ? എന്താ നിന്റെ മുഖമൊക്കെ ചുവന്നിരിക്കുന്നു? എന്താ കാര്യം? ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും നിങ്ങളെ ടെൻഷനാകൊന്നും വേണ്ട. അയാൾ വിചാരിച്ച് കല്യാണം പോയിട്ട് ആരവേട്ടനെ രോമത്തിൽ കൂടി തൊടാൻ പറ്റില്ല. അതാ ഐറ്റം വേറെ മോളെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാത്ത ആരവേട്ടനെ ഋഷിയേട്ടനെ എനിക്ക് നന്നായിട്ട് അറിയാം. അയാൾ കളിക്കട്ടെ, പക്ഷെ അയാളുടെ ഒരു കളികൾ ഏൽക്കത്തില്ല. അത് വേറെ കാര്യം. അല്ല നന്ദു, അപ്പൊ നിനക്ക് ശരിക്കും ആരവേട്ടന് കേട്ട സമ്മതമാണോ? പിന്നെ ഒന്ന് പോടി. എനിക്കൊന്ന് സമ്മതല കോഴിക്കുന്ന് നിൽക്കട്ടെ. പിന്നെ അങ്ങയുടെ മുന്നിൽ കുറച്ച് പഞ്ചിടയില പഠിച്ചെന്നേ ഉള്ളൂ. അല്ലടി, നിനക്ക് ഇപ്പൊ തന്നെ പോകണോ? നാളെ പോയാ പോരെ? പോടി, എന്തായാലും ഇപ്പൊ തന്നെ പോണം. റിസപ്ഷന്റെ ഡ്രസ്സ് സെറ്റ് ആയിട്ടില്ല, ആദ്യം അതൊക്കെ ഒന്ന് പോയി നോക്കണം. ഓഫീസിലെ കുറെ ആൾക്കാരെയൊക്കെ വിളിച്ചില്ലേ. ഇനി ഞങ്ങളുടെ കുറച്ച് കോളേജ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, അവരെയൊക്കെ ഒന്ന് വിളിക്കാം. അതിന്റെ കുറെ തിരക്കുണ്ട്. ഓക്കെ, കുഴപ്പമില്ലടി. എന്തായാലും ഞാൻ മറ്റന്നാൾ അങ്ങോട്ട് വരുമല്ലോ. അപ്പോ ഞാന് നിങ്ങളുടെ വീട്ടിലേക്ക് നേരെ വരാം. അപ്പൊ വന്നതിന് പിന്നെ ഞാനും കൂടി കുറച്ച് ഹെൽപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് പാർലറിൽ പോവാനോ, ഡ്രസ്സ് സ്റ്റിച്ചിങ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മെഹന്തി, അതിന്റെ ഒക്കെ ഞാൻ നോക്കിക്കോളാം. ഞാൻ വന്നിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ശരി എന്നാ, സൂക്ഷിച്ചു പോയിട്ടെ, ബസ് വന്നു. ശരി, ബൈ. നന്ദു, മാള് ശരി കേട്ടോ, ബൈ. അവിടെ എത്തിയും വിളിക്കന്നെ, ബൈ. ആടി, ഓക്കെ, ബൈ. ഞാൻ വിളിക്കാം എന്തായാലും അവിടെ എത്തിയിട്ട്. ശരി കേട്ടോ, ബൈ. ബാലുവേട്ടാ, കുട്ടികളെവിടെ? കാണാനില്ലല്ലോ. ഞാനും കുറെ നേരം അവരെ തന്നെ നോക്കുന്നേ, കാണാനില്ല. അയ്യോ, രണ്ടുപേരും സമാധാനപ്പെടും. കുട്ടികൾ അവിടെ ഫോട്ടോഷൂട്ടിന് പോയിരിക്കുക. കേട്ടല്ലോ, അവര് ഫോട്ടോ എടുത്ത് എന്റെ ഇങ്ങോട്ട് വന്നോളൂ. ഓക്കെ. അതാ പാറു മഹേട്ടനും വന്നു. എന്താണ് ഇവിടെ കാര്യമായിട്ടൊരു വലിയ ചർച്ച? ഒന്നുമില്ല. അല്ല, മക്കളെ ഇവിടെ കാണാനില്ലല്ലോ. അവന്മാരവിടെ ഫോട്ടോഷൂട്ട് പോകാൻ പോയിട്ടുണ്ട്, ഇപ്പൊ വരും. അതാ മാളും നന്ദുവും വന്നു. എന്താണ് ഇവിടെ ഒരു ചർച്ച? അത് തന്നെ, കുറെ നേരമല്ലോ തുടങ്ങിയിട്ട്. അതൊന്നുമില്ല. എന്തായാലും രണ്ടുപേരെയും ഡ്രസ്സിൽ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. നന്ദു, മാളു, രണ്ടുപേരെയും ഡ്രസ്സിൽ കാണാൻ നല്ല രസമുണ്ട്. താങ്ക് യു, താങ്ക് യു. എന്താ മനേട്ടാ, സുഖല്ലേ? അങ്ങനെ അങ്ങ് പോകുന്നു. അല്ല, അവന്മാരെവിടെ? ഞങ്ങളിവിടെ തന്നെ ഉണ്ട്. അത് തന്നെ, ഞങ്ങൾ എവിടെ പോവാൻ മോനെ? വന്നല്ലോ കഥാനായകന്മാര്. എന്തേ വന്നത് മോന് ഇഷ്ടായില്ലേ?
ഓ എന്തോന്നടാ മോളെ നന്ദു, നീ എങ്ങനെ ഇങ്ങനെ സഹിക്കും? എന്ത് ചെയ്യാൻ മനുവേട്ടാ, പെട്ടുപോയില്ലേ. ഡി പൂച്ചെ, ആരാ പെട്ടതെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം, നീ ഇപ്പൊ പറയണമെന്നില്ല. പൂച്ച തന്റെ താൻ പോടെ കോഴിക്കുഞ്ഞെ. നന്ദു, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് മോനെ കോഴിക്കുഞ്ഞെന്നൊന്നും വിളിക്കല്ലേന്ന്. അപ്പോ ആ കോഴിക്കുഞ്ഞിനെ പൂച്ചാന്ന് വിളിക്കണതോ അതെന്താ ആർക്കൊന്നും പറയാനില്ലേ? ഋഷിയേട്ടൻ ഋഷിയേട്ടൻ എന്താടി, എന്താ കാര്യം? എന്താ ഋഷിയേട്ടാ, ഈ സ്ഥിതിക്ക് അടി ഉണ്ടാക്കാൻ നിന്ന എന്ന് ചെയ്യും ഇവരെ കെട്ടുകഴിഞ്ഞ എങ്ങനെയായിരിക്കും? എന്റെ പൊന്നെ ഓർക്കാൻ വയ്യ. സത്യം, ഞാനിപ്പോ അത് ആലോചിച്ച് രണ്ടും ഒന്നിനൊന്ന് മെച്ചം. എന്താവോ എന്തോ. ആരോ നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് മോളെ പൂച്ചക്കുഞ്ഞെന്നൊന്നും വിളിക്കല്ലേ. ഇനി എങ്ങാനും അത് കേട്ടാണ്ടല്ലോ. ഓ മതി മതി മതി, ഇന്ന് സംഗീതനായിട്ടല്ലേ, അപ്പൊ എല്ലാരും അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാനുള്ളതല്ലേ, വാ. അത് തന്നെ വാടി. Exclusive DJ Dulas Une Remix. മണ്ണും ടെൻഷൻ അടിച്ച് ചങ്കു പറിച്ച് ചേർന്നൊരു കല്യാണം. ചങ്കു കൊടുക്കും തൻസുകളെല്ലാം മാർപ്പ് വിളിച്ച് കൂടണ കല്യാണം. ോ നിറമൊലിയോ മധുരവിടെ വിളിയറിയോ, നമ്മുടെ ചെക്കന്റെ കല്യാണം കളറാനടാ, നമ്മുടെ ചെക്കന്റെ കല്യാണം കിടുവാനടാ, നമ്മുടെ പെണ്ണിന്റെ കല്യാണം പൊളിയാണെടാ, നമ്മുടെ പെണ്ണിന്റെ കല്യാണം കൊലമാസടാ. ചെക്കന് മണ്ണും ടെൻഷനടിച്ച് ചങ്കു പറിച്ച് ചേർന്നൊരു കല്യാണം. ടെൻഷൻ അടിച്ച് ചങ്കു പറിച്ച് ചേർന്നൊരു